നമ്മുടെ വീട്ടിലെ ആദ്യത്തെ വിഷു എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ചിറ്റന്മാരും അമ്മാവനും അമ്മയും അച്ഛനും എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വിഷു ആഘോഷിച്ചത്. അതെനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. എല്ലാവരും കൂടി ആഘോഷിക്കുമ്പോഴേ അതൊരു ആഘോഷമാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ വിഷുക്കണി റെഡിയാക്കാണ് കേട്ടോ. കുറെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൊണ്ടുവന്നു. കൃഷ്ണനെ ഉരുളിയിൽ വെക്കണം എന്നാ കേട്ടിരിക്കണേ, പക്ഷെ ഉരുളിയിൽ കൊള്ളണില്ല കൃഷ്ണൻ. പോരാത്തതിന് നല്ല വെയിറ്റും ഉണ്ടായിരുന്നു. ഈ കൃഷ്ണന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? ഹൗസ് വാമിങ്ങിന് പ്രശാന്തേട്ടന്റെ ചങ്ക് ഫ്രണ്ട്സ് വാങ്ങിച്ചു കൊടുത്ത ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അരിയും നെല്ലും അങ്ങനെ എല്ലാം സെറ്റാക്കി വെക്കുകയാണ്. വിളക്കൊക്കെ വെച്ചു, ചക്കയൊക്കെ വെച്ചു, പാൽക്കണ്ണാടിയും ഗ്രന്ഥവും എല്ലാം വെച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ നാളത്തേക്കുള്ള വിഷുക്കണി ഞങ്ങൾ തയ്യാറാക്കി വെച്ചു. ഞാനും മമ്മൂട്ടിയും കൂടിയിട്ടാണ് ഇതൊക്കെ സെറ്റാക്കിയത്. ബാക്കിയുള്ളവർ പടക്കം പൊട്ടിക്കാൻ ഞങ്ങളെ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇറയത്ത് ജഗപ്പൻ വെയിറ്റ് ചെയ്ത് കിടന്നു പോയി. അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ട് ഞങ്ങളുടെ ആഘോഷങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. മുകളിൽ പോയിട്ട് ഇങ്ങനെ പൊട്ടുന്നത് അത് 20 എണ്ണം കണ്ടിന്യൂസ് ആയിട്ട് പൊട്ടും. എനിക്ക് ഓർമ്മ വെച്ച അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ വിഷുവിനും ഓണത്തിനും ഞങ്ങളുടെ എല്ലാ ഫാമിലിയും ഒരുമിച്ച് പോട്ടയില് തറവാട്ടില് കൂടുട്ടോ. ഇത്തവണ ഞങ്ങളുടെ ആദ്യത്തെ വിഷു ആയതുകൊണ്ട് എല്ലാവരും കൂടിയിട്ട് ഇവിടെ കൂടാന്ന് ഞങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാവരും വരും ചെയ്തു കേട്ടോ. എന്റെ കല്യാണം കഴിഞ്ഞിട്ടും അതൊന്നും തെറ്റിച്ചിട്ടില്ല. ആദ്യം ഞങ്ങൾ ഉച്ച വരെ നെല്ലായിൽ ചേട്ടന്റെ വീട്ടിൽ ആഘോഷിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കോട്ടയിൽ പോയിട്ട് അവിടെ ആഘോഷിക്കും. 2 സദ്യ കഴിക്കേണ്ടത്. ഇവിടെ നിന്നും കഴിക്കണം, അവിടെ നിന്നും കഴിക്കണം. അങ്ങനെയാണ് സാധാരണ ഞങ്ങൾ ആഘോഷിക്കാറ്. സാധാരണ വിഷു കൈനീട്ടം ഞങ്ങൾ വിഷുവിന്റെ അന്നാണ് കൊടുക്കാറ്. ഇന്ന് കൃഷ്ണകുട്ടി കുഞ്ഞച്ചനും സ്മിത ചിറ്റയ്ക്ക് ഇന്ന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് കൈനീട്ടം ഞങ്ങൾ കുറച്ച് തലേ ദിവസവും കുറച്ച് പിറ്റേ ദിവസത്തേക്കും മാറ്റി വെച്ചു. അങ്ങനെ കുറെ പേര് കിടന്നു വാങ്ങിച്ചു, കുറെ പേര് ഇരുന്ന് വാങ്ങിച്ചു. കുഞ്ഞച്ചൻ പോകാൻ ഇറങ്ങിയപ്പോ പ്രശാന്തേട്ടൻ ഒറ്റ പിടിച്ചു, പോവല്ല കുഞ്ഞച്ച, നാളെ പോയാൽ മതി എന്ന് പറഞ്ഞു. അച്ഛനാണെങ്കിൽ ഒരു കവറും കൊണ്ടാ നടക്കണേ. കുറെ പേർക്ക് കവറിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട്, കുറെ പേര് ഇന്ന് കവറിലേക്ക് വാങ്ങിച്ചിടണുണ്ട്. ഇതുപോലത്തെ അമ്മാവന്മാര് നിങ്ങളുടെ വീട്ടിലുണ്ടോ? ചെറിയ നോട്ട് കൊടുത്ത് വലിയ നോട്ട് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങുന്ന അമ്മാവന്മാര്. അങ്ങനെ പടക്കം പൊട്ടിക്കലും വിഷുക്കൈ നീട്ടം കൊടുക്കലും കാല് തൊട്ട് തൊഴലും അനുഗ്രഹിക്കലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് അടിക്കാൻ തുടങ്ങിയിട്ടാ. എടുത്തത് മുഴുവൻ കഴിക്കാൻ പറ്റാണ്ട് ഞാൻ അഖിലിന്റെ പ്ലേറ്റിലേക്ക് ഇടാം. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കത്തി വെച്ചു. ഒരുപാട് വേഗിയ കിടന്നേ. എന്നാലും നാളെ രാവിലെ നേരത്തെ എഴുന്നേക്കണം. നമുക്ക് കണി കാണേണ്ടതല്ലേ.